നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടെക്നിക്ക്. അതിൽ തന്നെ വി ആർ following network analysis. We are studying network analysis. In network analysis, there are two methods: CPM, critical path method, and the otherwise known as the CPM. The second one is PERT or program evaluation or review technique. ഈ രണ്ട് ടെക്നിക്ക് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. നമ്മുടെ സിലബസിൽ ഈ രണ്ട് ടെക്നിക്ക് മാത്രമേ പഠിക്കാനുള്ളൂ. അതിൻ്റെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. CPM-ൻ്റെയും PERT ആയാലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബിലിറ്റി ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട യാതൊരു പ്രോബ്ലം നമുക്ക് വരാറില്ല. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്കുള്ള ടേംസ് അറിഞ്ഞിരിക്കുക. എങ്ങനെയാണ് ഓരോ ടേംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതിലത്തെ ഓരോ ടേംസിൻ്റെ പകരം അത് കുറച്ച് ഡെഫിനേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലംസ് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. ഇത് 8 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിനോ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യനാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലം അത് വന്നെങ്കിൽ പെട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ആക്ടിവിറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ CPM വെച്ചിട്ടോ നമുക്ക് സോൾവ് ചെയ്യാനുണ്ടായിരിക്കും. അതെങ്ങനെയാണ് സോൾവ് ചെയ്യണം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വരുന്ന ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ, പിന്നെ കുറച്ച് ടേംസ് നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ 1-2 പ്രോബ്ലത്തിൻ്റെ നെറ്റ്വർക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പഠിക്കും. അതിനുശേഷം നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിൻ്റെ അനാലിസിസ് എങ്ങനെയാണ് നമ്മൾ നോക്കും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് കുറച്ച് എന്തൊക്കെയാണ് പ്രൊജക്റ്റ്, എന്താണ് നെറ്റ്വർക്ക്, എന്താണ് നെറ്റ്വർക്ക് ഡയഗ്രാം, എന്താണ് നെറ്റ്വർക്ക് അനാലിസിസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ഈ നമ്മുടെ ഇതിൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ടാസ്ക്കാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അതൊരു പ്രൊജക്റ്റാണ്. അല്ലെങ്കിൽ ബിൽഡിങ് പർട്ടിക്കുലർ ഒരു ബ്രിഡ്ജ് നമുക്ക് പണിയാണെങ്കിൽ അതൊരു പ്രൊജക്റ്റാണ്. അതൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം, അതൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ എന്താണ് ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റിന് ഒരു ഐഡിയ കിട്ടിയിട്ടായിരിക്കും. അതാണ് നമുക്കൊരു കുറച്ച് ടാസ്കുകൾ ഒന്നിലധികം ആക്ടിവിറ്റീസിൽ കൂടി ചേരുമ്പോൾ ഒരു പ്രൊജക്റ്റ് ആവും. അതിനാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഒരു വീട് പണിയാണെങ്കിൽ അതൊരു പ്രൊജക്റ്റാണ് നമ്മൾ എടുക്കും. അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറി നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ റീലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രൊജക്റ്റാണ്. അല്ലെങ്കിൽ എല്ലാ എക്യുപ്മെൻറ്റിനും മെയിൻ്റെനൻസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പ്രൊജക്റ്റ് എന്ന് പറയും. അപ്പോൾ എന്താണ് പ്രൊജക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. നമ്മൾ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ പ്രൊജക്റ്റ് കൺസിസ്റ്റ് ഓഫ് ജോബ്സ്, ടാസ്ക് ഓർ ഫങ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് that are related to each other. So project is consist of jobs, tasks or functions and activities that are related to each other. These activities should be completed in order to complete a project. ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആവണം. അപ്പോൾ എന്താ പ്രൊജക്റ്റ് എന്താണെന്ന് പറഞ്ഞു? പ്രൊജക്റ്റ് കൺസിസ്റ്റ് ഓഫ് ജോബ്സ്, ടാസ്ക് ഓർ ഫങ്ഷൻസ്. So it consists of number of jobs, number of activities. Then altogether we call it as a project. So in order to complete the project, you have to complete all the activities related to the project. So if we complete all the activities related to a particular project, then we can say it as the project is completed. So project is consist of jobs, tasks or functions and activities that are related to each other. For example, for building a particular house. So before going to building a house, first you have to make a excavation for foundation. Then you have to make a foundation. Then you have to build a basement. After the basement constructed, you going for constructing walls. Then after that, the lintel, sunshades. Then after that, you are going to the first main slab. Then the next step is to concreting the floor, then plastering all the walls, etc. So this is consist of different activities. So all these things are the different activities. ഇപ്പോൾ നമ്മൾ ഒരു വീട് പണിയാണെങ്കിൽ അത് നമ്മൾ ഫൗണ്ടേഷന് കുഴിക്കും, അതിൽ ഫൗണ്ടേഷൻ പണിയും. അതിന് ശേഷം നമ്മൾ തറ കെട്ടും. തറ കെട്ടിയതിന് ശേഷം നമ്മൾ അതിന് മുകളിൽ ചെമരുകൾ കെട്ടി പണിയും. ചെമരുകൾ കെട്ടിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, ഒരു വരെ എത്തി കഴിഞ്ഞാൽ ലിൻഡിൽ സൺഷെയ്ഡൊക്കെ പണിയും. അതിന് മേലെ കുറച്ചുകൂടി കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ സ്ലാബ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ അടി കോൺക്രീറ്റ് ചെയ്യും. നമ്മൾ ചെമരൊക്കെ പ്ലാസ്റ്റർ ചെയ്യും, തേക്കും. അതിനുശേഷം നമുക്ക് ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യാം, അല്ലെങ്കിൽ ചിലവർ മുന്നേത് ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ ആക്ടിവിറ്റീസുകൾ, ഇതെല്ലാം ആക്ടിവിറ്റീസ് കൂടി ചെയ്തതിനാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഒരു വീട് പണിയേണ്ടത് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? നമ്മൾ ഫൗണ്ടേഷൻ എക്സ്കവേഷൻ ചെയ്യണം, കുഴിയെടുക്കണം.
ഫൗണ്ടേഷൻ പണിയണം, ബേസ്മെൻറ്റ് കെട്ടണം, എന്താണ് വോളുകൾ പണിയണം, ചെമരികൾ പണിയണം, പിന്നെ എന്താണ് ഇപ്പോൾ ചെമരികളിൽ നമ്മൾ വയ്ക്കാനുള്ള കട്ടലും ജനലൊക്കെ നമ്മൾ ഓൾറെഡി പണിയണം, അത് വേറൊരു ആക്ടിവിറ്റീസാണ്. അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസുകൾ ഒന്നിച്ചേരുന്നതാണ് നമ്മളൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇസ് കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സ്. ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റികളുടെയും ഇവൻറ്റുകളുടെയും ഒരു കോമ്പിനേഷനാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് ഡയഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓൾ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിലത്തെ എല്ലാ ആക്ടിവിറ്റീസുകളെയും നമുക്ക് ഒരു പ്രത്യേക റിലേറ്റ് ചെയ്ത് നമുക്ക് ഒരു ഗ്രാഫിക്കലായിട്ട് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണിത് നെറ്റ്വർക്ക് ഡയഗ്രാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ എ പ്രൊജക്റ്റ്. ഇപ്പോൾ എന്താണ് പ്രൊജക്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ടാസ്ക്, ആക്ടിവിറ്റീസ്, എക്സെട്ര. ദെൻ network diagram means it's a graphical representation of relationship between different type of activities. So in a particular project you can observe different type of activities. So all these activities, so when we connect all these activities by using some graphical representation or graphical diagrams, then we call it as a network diagram. കുറേ ആക്ടിവിറ്റീസുകൾ ഉണ്ടായിരിക്കും, അതിനൊക്കെ നമുക്ക് ഒരു കണക്ട് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് നെറ്റ്വർക്ക് ഡയഗ്രാം. ഇനി എന്താണ് നെറ്റ്വർക്ക് അനാലിസിസ്? എ സിസ്റ്റം വിച്ച് പ്ലാൻസ് പ്രൊജക്ട്സ് ബൈ അനലൈസിങ് ദ പ്രൊജക്ട് ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസ് നമ്മൾ വരച്ചിട്ട് അതിനെ അനലൈസ് ചെയ്യണം. നമ്മൾ എന്താണ് എത്ര സമയം വേണം ഓരോ ആക്ടിവിറ്റിക്കും, അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റി നമ്മൾ ഡിലേ ചെയ്താലാണ് നമുക്ക് പ്രൊജക്റ്റ് ഡിലേ ആകും, അതൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ് നെറ്റ്വർക്ക് അനാലിസിസ്. അപ്പോൾ എന്താണ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സ്. നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ representation of the different activities in a particular graphical format is known as the network diagram. What is network analysis? Network analysis is a system which analyzes which plans the project by analyzing the project activities. When we analyzing the different activities involved in a particular project, it is called as network analysis. So before going to a network analysis, you must complete the network diagram. നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നെറ്റ്വർക്ക് അനാലിസിസ് നമ്മൾ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കണക്റ്റഡ്. നെറ്റ്വർക്ക് ഡയഗ്രാം കഴിഞ്ഞ് നെറ്റ്വർക്ക് അനാലിസിസ് നമ്മൾ ചെയ്യുന്നു. ദെൻ ഇങ്ങനെ നെറ്റ്വർക്ക് അനാലിസിസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം പ്രൊജക്ട്സ് ആർ ബ്രോക്കൺ ഇൻ ടു ഇൻഡിവിജ്വൽ ടാസ്ക് ഓർ ആക്ടിവിറ്റീസ് വിച്ച് ആർ അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. അപ്പോൾ നമ്മൾ എന്താണ് ലോജിക്കൽ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു വീട് പണിയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫൗണ്ടേഷന് കുഴി കുഴിക്കണം, അതിനുശേഷം ഫൗണ്ടേഷൻ പണിയണം, അതിനുശേഷം തറ കെട്ടി ബേസ്മെൻറ്റ് കെട്ടിയിട്ട് നമുക്ക് വോൾ പണിയാൻ പറ്റും. അല്ലാണ്ട് ആദ്യം തന്നെ എക്സ്കവേഷൻ കഴിഞ്ഞാൽ നമുക്ക് ചുമരുകൾ കെട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസും എല്ലാം ഒരു പർട്ടിക്കുലർ ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അതിനുശേഷം അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നെറ്റ്വർക്ക് ഡയഗ്രാം അതിൻ്റെ അനാലിസിസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു വലിയ പ്രൊജക്റ്റ് നമ്മൾ ചെറിയ ടാസ്കുകളായിട്ട് നമ്മൾ ബ്രോക്കൺ ചെയ്തിട്ട് അത് നമ്മൾ ലോജിക്കൽ സീക്വൻസിൽ വേണം അറേഞ്ച് ചെയ്യാൻ. ഇനി ലോജിക്കൽ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം കഴിഞ്ഞിട്ടേ നമുക്ക് മറ്റത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വീട് പണിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തറയ്ക്കുള്ള ബേസ്മെൻറ്റ് ഫൗണ്ടേഷനുള്ള കുഴി കുഴിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ഫൗണ്ടേഷൻ കെട്ടണം. ഫൗണ്ടേഷൻ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബേസ്മെൻറ്റ് തറ കെട്ടണം. അതിന് മുകളിൽ നമുക്ക് എന്ത് ചിലപ്പോൾ ഒരു കോൺക്രീറ്റ് അതിന് മുകളിൽ നമ്മൾ എന്താണ് ചുമരുകൾ കെട്ടിപ്പോക്കുള്ളൂ. അല്ലാതെ നമ്മൾ എക്സ്കവേഷന് നമ്മൾ ഫൗണ്ടേഷൻ വേണ്ടി കുഴി കുഴിച്ചിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചുമര് പണിയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെല്ലാം ഒരു ലോജിക്കൽ സീക്വൻസിൽ വേണം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ. ഇതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടാവും. ആ പ്രൊജക്റ്റിനെ നമ്മൾ ചെറിയ ആക്ടിവിറ്റീസിലായിട്ട് നമ്മൾ തരംതിരിക്കും. ഈ ആക്ടിവിറ്റീസുകൾ നമ്മൾ ലോജിക്കലുള്ള അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അനാലിസിസ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ ആക്ടിവിറ്റീസുകളും ടാസ്കുകളൊക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഇതിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അത് തമ്മിൽ പരസ്പരം കണക്ഷൻ ഉണ്ടായിരിക്കും, പരസ്പരം റിലേറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അതിനെന്താണ് പ്രൊജക്റ്റ് എന്ന് പറയില്ല. ഓരോ ഡിഫറെൻ്റ് ഒരു ബന്ധമില്ലാത്ത കുറേ ആക്ടിവിറ്റീസുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രൊജക്റ്റ് എന്ന് പറയില്ല. നമ്മൾ പരസ്പരം കണക്ട് ചെയ്ത് പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസുകൾ നമ്മൾ വെർട്ടിക്കൽ രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, ഗ്രാഫിക്കൽ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അതിന് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നു. അതിന് നമ്മൾ അനാലിസിസ് ചെയ്താണ് നെറ്റ്വർക്ക് അനാലിസിസ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആക്ടിവിറ്റീസുകൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വീട് പണി അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് പണിയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ആക്ടിവിറ്റിയാണ്, ഒരു പ്രൊജക്റ്റാണ് ബ്രിഡ്ജ് പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ബ്രിഡ്ജ് പണിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിന് വേണ്ട ഫൗണ്ടേഷൻ കാണേണ്ടി വരും. ആ ബ്രിഡ്ജ് പണിയാൻ നമുക്ക് തൂണുകൾ വേണം.
അതിന് മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗർഡറുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ അതിന് മുകളിലാണ് നമ്മൾ സ്ലേവുകൾ ഇടുക, ഓരോ പില്ലറുകൾ പണിതിട്ട്. അപ്പോൾ പില്ലറുകൾ പണിയണമെങ്കിൽ നമ്മൾക്ക് ഓരോ സ്ഥലത്തും, ഇപ്പോൾ നദിയിലാണെങ്കിൽ പാലം പണിയണമെങ്കിൽ എന്ത് വേണ്ടി വരും, സാധാരണ രീതിയിൽ പാലം പണിത് കഴിഞ്ഞാൽ വെറുതെ ഒരു എന്താണ് ഒരു പില്ലർ പണിത് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടുത്തെ മണ്ണും കാര്യങ്ങളൊക്കെ ഇളകിയതായിരിക്കും, ഒരു ചളിയിലായിരിക്കും. അപ്പോൾ ചളിയിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്ത് നമ്മുടെ തോള് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഏറ്റവും പാറ ഭാഗം, നമുക്ക് ഏറ്റവും ഉറപ്പുള്ള ഭാഗം കാണുന്നവരെ നമ്മൾ പയൽ ചെയ്ത് പോകും ഇല്ലേ. നമുക്ക് നിങ്ങൾ പയലിംഗ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളൊരു തൂണ് അല്ലെങ്കിൽ ഒരു പില്ലർ അടിച്ച് താത്തിനാണ് പയലിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ നല്ല ആഴത്തിൽ കുഴിയെടുക്കേണ്ടി വരും. പക്ഷെ നമുക്ക് നദിയിലൊക്കെ കുഴിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പൈലടിച്ച് കയറ്റിയാണ് ചെയ്യുന്നത്. എന്താണ്, ഒരു ഹോളോ പൈലടിച്ചാണ്ട് കയറ്റും. എന്നിട്ട് നമ്മൾ എവിടെയാണോ നമ്മുടെ ഉറപ്പുള്ള സ്ഥലം കാണുന്നത് അതുവരെ നമ്മൾ അടിച്ച് കയറ്റും. എന്നിട്ട് നമ്മൾ അതിലുമാണ് നമ്മൾ എന്ത് ചെയ്യുക, പില്ലർ പണിയുക. ആ പില്ലർ ഫൗണ്ടേഷൻ എടുത്തിട്ട് പില്ലർ പണിയും. അങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം ഓരോ പില്ലറുകൾ പണിച്ച ശേഷം നമ്മൾ ഓരോ സ്ലാബുകൾ പണിതിട്ടാണ് നമ്മൾ ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾ ഓരോ ആക്ടിവിറ്റിയാണ്. ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആക്ടിവിറ്റികൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ വീട് പണിയാണെങ്കിലും കുറേ ആക്ടിവിറ്റികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മളൊരു അസംബ്ലിയാണ്, ഒരു ഓട്ടോമൊബൈൽ അസംബ്ലി ആണെങ്കിലും അതൊരു പ്രൊജക്റ്റാണ്. അത് നമ്മളൊക്കെയാണെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ ചേച്ചത് കൊണ്ടുവരണം. അതിൽ ടയറുകൾ അതുപോലെ തന്നെ ഓരോ പാർട്ടുകൾ നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഓട്ടോമൊബൈലായിട്ട് മാറുന്നത്. ഒരു പ്രൊജക്റ്റാണ്. അതിനാണ് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രൊജക്റ്റ്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. കുറേ ആക്ടിവിറ്റികൾ കൂടി ചേർത്ത് തന്നെയാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഓരോ ആക്ടിവിറ്റികളും കറക്റ്റ് ഓർഡർ നമ്മൾ അറേഞ്ച് ചെയ്യണം. അതിനുശേഷം നമ്മൾ അത് ഓരോന്നും കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അനാലിസിസ് ചെയ്യും. അതാണ് നെറ്റ്വർക്ക് അനാലിസിസ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രൊജക്റ്റ് ചെയ്യുന്നതും, എന്താണ് നെറ്റ്വർക്ക് ഡയഗ്രാം, എന്താണ് നെറ്റ്വർക്ക് അനാലിസിസ്, എന്താണ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ പോകുന്നത് ഈ നെറ്റ്വർക്ക് അനാലിസിസ് ആണ്. നെറ്റ്വർക്ക് അനാലിസിസ് എന്തിനാണ് നടത്തുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ മിനിമൈസ് ദ കോസ്റ്റ്. നമുക്കറിയാം എന്തൊരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ വീട് പണിയാണെങ്കിലും ഒരു പാലം പണിയാണെങ്കിലും നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് കുറയ്ക്കണം. അല്ലാണ്ട് കുറേ കോസ്റ്റിൽ നമുക്കൊരു വരും. ഇപ്പം നമ്മളൊരു ബഡ്ജറ്റാണ്, ഈ വീട് പണി ഒരു 30 ലക്ഷത്തിനുള്ളിൽ നമുക്ക് തീർക്കണം. അപ്പോൾ നമ്മൾ തീർക്കണമെങ്കിൽ നമ്മൾ അതിനായിട്ട് പ്ലാൻ ചെയ്യണം. അല്ലാണ്ട് നമുക്കൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ മെറ്റീരിയൽ കുറേ മേടിച്ചു കൂട്ടി അല്ലെങ്കിൽ പണിക്കാരെ വെച്ചു ഒരു കൺട്രോൾ ചെയ്യാണ്ട് അവർ പണിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെന്താണ്, അവർ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അവർ കുറച്ച് സമയം ഒരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി കുറേ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, കോസ്റ്റ് മിനിമൈസ് ചെയ്യണം. കോസ്റ്റ് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓരോ ആക്ടിവിറ്റി നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കുക. നമ്മളൊരു വീട് പണിയാണെങ്കിൽ നമ്മുടെയും മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതാണ് മിനിമം കോസ്റ്റിൽ കുറഞ്ഞ ടൈമിൽ അത് അവസാനിപ്പിക്കുക എന്നുള്ളത് നമ്മുടെയും എന്താണ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഏത് നെറ്റ്വർക്ക് അനാലിസിസ് എടുക്കുകയാണെങ്കിലും അത് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കുക. എന്താണ്, മിനിമൈസ് ടൈമും കുറയ്ക്കുക. കുറഞ്ഞ ടൈമിൽ കുറഞ്ഞ കോസ്റ്റിൽ കൺസ്ട്രക്ഷൻ നടത്തുക എന്നതാണ്. ഒരു കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ മെയിനായിട്ട് റിക്വയർമെൻറ്റ്. അപ്പോൾ എന്താണ്, കോസ്റ്റ് മിനിമൈസ് ചെയ്യുക, ടൈം കുറയ്ക്കുക. പിന്നെ മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് എ പ്രൊജക്റ്റ് ഫോർ എ ഗിവൺ ടാർഗറ്റ് ടൈം. അപ്പോൾ നമുക്കൊരു ടാർഗറ്റ് ടൈം തന്നിട്ടുണ്ട്, ഒരു 10 മാസം. ഒരു 10 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ചെറിയ ബ്രിഡ്ജ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് ടൈം ഫിക്സഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ കോസ്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സയൻറ്റിഫിക് ടെക്നിക്കാണ് ഈ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, മിനിമൈസ് ദ ഐഡിയൽ റിസോഴ്സസ്. ഐഡിയൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെറുതെ കിടക്കുന്ന റിസോഴ്സുകൾ നമുക്ക് ഒഴിവാക്കുക. വെറുതെ കിടക്കുന്ന മെറ്റീരിയൽ ആയാലും മാൻ പവർ ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് ഒഴിവാക്കുക. വെറുതെ ഇരിക്കുന്ന ആളുകൾ, ഒരു പ്രൊജക്റ്റ് തുടങ്ങി ഒരു പർട്ടിക്കുലർ സമയം എത്തി കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ വെറുതെ ഇരിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമുക്കത് എന്താണ്, ഐഡിയൽ റിസോഴ്സുകളാണ്. അതുപോലെ മെറ്റീരിയൽ കുറേ കൊടുന്ന് കൂട്ടിയിട്ടു, അതൊന്നും ഉപയോഗിക്കാണ്ട് അവിടെ കിടക്കുകയാണ് കുറേ നാൾ. അപ്പോൾ നമ്മൾ ഐഡിയൽ റിസോഴ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഐഡിയലായിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ മിനിമൈസ് ചെയ്യണം. കാരണം നമുക്ക് അത് അത്രയും പൈസ ചെലവഴിച്ചിട്ടാണ് ഇത്രയും ഹ്യൂമൻ റിസോഴ്സിനായാലും അതുപോലെ മെറ്റീരിയലും നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളതൊക്കെ നമ്മൾ മിനിമൈസ് ചെയ്യണം. പിന്നെ മിനിമൈസ് നെറ്റ്വർക്ക് ഡിലേ ആൻഡ് കോൺഫ്ലിക്ട്സ്. നെറ്റ്വർക്ക് ഡിലേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രൊജക്റ്റ് ഡിലേ ആവണം നമ്മൾ തടയുക. ഇപ്പോൾ നമ്മൾ 10 ദിവസം കഴിയേണ്ട പ്രൊജക്റ്റ് നമ്മൾ 20-25 ദിവസം ആവണം നമുക്ക് തടയണം. അതിൻ്റെ ഡിലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് സോൾവ് ചെയ്തിട്ട് വേണം പോകുക. അതുപോലെ കോൺഫ്ലിക്റ്റുകൾ എന്താണ്, ഒരു ആക്ടിവിറ്റി കഴിയാണ്ട് മറ്റൊരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി ചെയ്യാതെ രണ്ടാമത്തെ ആക്ടിവിറ്റി നമ്മൾ ആളെ കൊണ്ടുവന്നാൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഫൗണ്ടേഷൻ. ഇപ്പോൾ നമ്മളൊരു തറയുടെ ഫൗണ്ടേഷൻ്റെ കുഴി കുഴിച്ചിട്ട് എന്താണ്, നമ്മൾ ചുമരുകെട്ടുകാർ കൊടുക്കുന്ന വല്ല കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്, ചുമരുകെട്ടുകാർ വരാട്ട് പോലെ തന്നെ ഫൗണ്ടേഷനും തറയും ഒക്കെ കെട്ടിയിട്ട് വേണം ചുമരുകെട്ടുകാർ കൊണ്ടുവരാൻ, അല്ലാണ്ട് അവർക്ക് അത് കെട്ടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പല കോൺഫ്ലിക്റ്റുകളും അതുപോലെ ഡിലേസ് ഒക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക. അതൊക്കെയാണ് നെറ്റ്വർക്ക് അനാലിസിസ് കൊണ്ട് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത്.
ഇതൊരു സയൻറ്റിഫിക് ടെക്നിക്ക് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഓരോ ആക്ടിവിറ്റിയും എത്ര ടൈം എടുക്കുന്നു അതൊക്കെ നമുക്ക് എഴുതിയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാണ് 5 മാർക്കിന്. മിനിമൈസ് ദ കോസ്റ്റ്, മിനിമൈസ് ദ ടൈം, minimize the cost of a project for a given time, minimize the idle resources, minimize network delays and conflicts. So these are the objectives of the network analysis. Why we are conducting network analysis? This is the answer for why we are conducting network analysis. Next, scope of the network development. ഇതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ് ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്? കീപ് ഷെഡ്യൂളിംഗ്. എന്താണ് കീപ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഷെഡ്യൂൾ കീപ്പ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അതൊക്കെ നമുക്കൊരു എന്താണ് നമ്മൾ ഷെഡ്യൂളിംഗ് കീപ്പ് ചെയ്യുകയാണ്. പിന്നെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാനിങ്, കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക. ഈ ആക്ടിവിറ്റീസിന് സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യണം, ഇത്ര കോസ്റ്റിൻ്റെ ഉള്ളിൽ ചെയ്യണം. രണ്ടാമത്തെ ആക്ടിവിറ്റി ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇത്ര കോസ്റ്റിൻ്റെ ഉള്ളിൽ ചെയ്യണം, അതിന് ഇത്ര ആളുകൾ വേണം. അപ്പോൾ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ നമുക്ക് പറ്റും നെറ്റ്വർക്ക് ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. പിന്നെ മാനേജിങ് തിങ്സ് നമുക്കറിയാം. ഓരോ ആക്ടിവിറ്റീസും നമുക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ അവിടുത്തെ ആളുകളെയും മെറ്റീരിയൽസിനൊക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം. സോ മാനേജിങ് തിങ്സ് ഹെൽപ്സ് ഇൻ കീപ്പിംഗ് ടൈം ഷെഡ്യൂൾ. നേരത്തെ പോലെ തന്നെ ടൈം ഷെഡ്യൂൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാം. പിന്നെ ഡീറ്റെയിൽഡ് പ്ലാനിങ് ഈസ് പോസിബിൾ. നേരത്തെ പോലെ തന്നെ ഡീറ്റെയിൽഡ് പ്ലാനിങ് നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡീറ്റെയിൽഡ് പ്ലാനിങ് ഈസ് പോസിബിൾ. പിന്നെ മാനേജ്മെന്റ് കൺട്രോൾ ബിക്കം ആൻ ഈസി ടാസ്ക്. ഇപ്പോൾ ഒരു ഹയർ ലെവൽ അതോറിറ്റി അവർക്കൊക്കെ മാനേജ് ചെയ്യാനുള്ള ആ ടാസ്കുകൾ അവർക്ക് വളരെ ഈസിയാണ്. കാരണം ഓരോ ആക്ടിവിറ്റി ലെവലിൽ നമുക്ക് പ്ലാൻഡ് ആണ്, അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ മാനേജ്മെന്റിന് കൺട്രോൾ ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഓരോ ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കൊക്കെ റിസോഴ്സുകൾ എങ്ങനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യണം. പിന്നെ ഫോർകാസ്റ്റ് റിസോഴ്സ്, നമുക്ക് അടുത്ത ആക്ടിവിറ്റീസിന് എത്ര റിസോഴ്സ് വേണം. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും റിസോഴ്സുകളാണ്. മെറ്റീരിയൽസ് ആയാലും ഹ്യൂമൻ ആയാലും ഒക്കെ നമുക്ക് മണി ആയാലും ഒക്കെ റിസോഴ്സുകളാണ്. അപ്പോൾ നമുക്ക് ഒരു ആക്ടിവിറ്റി കഴിയണ മുന്നേ തന്നെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ആക്ടിവിറ്റിക്ക് എത്ര ആളുകൾ വേണം, എത്ര ടൈം നമുക്ക് വേണം, എത്ര മെറ്റീരിയൽസ് വേണം, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഈ നെറ്റ്വർക്ക് അനാലിറ്റിക്സ് ടെക്നിക്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കുറേ അഡ്വാൻറ്റേജസ് ആണെന്ന് നമ്മൾ പറയുന്നത്. കീപ്പ് ദ ഷെഡ്യൂൾ കീപ്പ് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും, പിന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്യാം. പിന്നെ മാനേജ്മെൻറ്റ് കൺട്രോൾ ബിക്കം വെരി ഈസി ടാസ്ക്. കാരണം നമുക്ക് ഓരോ ലെവലും ആക്ടിവിറ്റീസ് നമുക്ക് കൺട്രോളാണ്. അല്ലാണ്ട് ഒരു പ്രൊജക്റ്റ് മാത്രമായിട്ട് നമുക്ക് ഒരു മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യല്ല. ആക്ടിവിറ്റീസ് ലെവലിൽ നമുക്ക് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ പ്രൊജക്റ്റ് കൺട്രോൾ ചെയ്യാം. പിന്നെ റിസോഴ്സുകൾ നമുക്ക് ഈസി ആയിട്ട് അലൊക്കേറ്റ് ചെയ്യാം. ഓരോ ആക്ടിവിറ്റീസിനും അല്ല ഓരോ സമയത്തിന് എത്ര ടൈം എടുക്കുന്നുണ്ട്, അതിന് എത്ര ആളുകൾ വേണം, എത്ര പൈസ വേണം, അതൊക്കെ നമുക്ക് എത്ര മെറ്റീരിയൽ വേണം, അതൊക്കെ നമുക്ക് അലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോർകാസ്റ്റ്, നമ്മൾ ഇപ്പോൾ പ്രസൻ്റായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിന് എത്ര വേണമെന്ന് പറയാം. നമുക്ക് ഇനി വരുന്ന ആക്ടിവിറ്റീസിനും എത്ര റിസോഴ്സുകൾ വേണം നമുക്ക് മുൻകൂട്ടി നമുക്ക് പ്രഖ്യാപിക്കാം. മുൻകൂട്ടി അറിയുന്നതാണ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. പ്രവചിക്കാൻ പറ്റും നമുക്ക്. ഇതൊക്കെയാണ് നെറ്റ്വർക്ക് ടെക്നിക്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇതൊക്കെ 2 or 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ നെറ്റ്വർക്ക് ടെക്നിക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 2 മെത്തേഡാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്സ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന 2 ടെക്നിക്കൽ. നമ്മുടെ സിലബസിൽ ഈ 2 നമുക്ക് പറഞ്ഞിട്ടുള്ളൂ, CPIയും പെട്ടും. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യണതൊക്കെ ഒരുപോലെയാണ്. ചെറിയൊരു അനാലിസിസിൽ മാത്രം ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നത് ഏകദേശം ഒരേപോലെ തന്നെയാണ് CPIയിൽ പെട്ടെന്ന്. പക്ഷേ അനാലിസിസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഓരോന്നിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. 2 ടെക്നിക്ക് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. ഈ 2 ടെക്നിക്കാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാറ് നെറ്റ്വർക്ക് അനാലിസിസിന്, നെറ്റ്വർക്ക് ടെക്നിക്സിന്. ഇനി എന്താണ് ആപ്ലിക്കേഷൻ? അപ്പോൾ നമ്മൾ പറഞ്ഞു 2 ടെക്നിക്സ് നമ്മൾ പറഞ്ഞു, CPIയും പെർട്ടും എന്ന് പറഞ്ഞു. ഇനി ഈ CPIയും പെർട്ടും എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇതെല്ലാം നമുക്ക് പ്രാക്ടിക്കൽ സിറ്റുവേഷനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ CPIയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നിക്ക് എവിടേക്കാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഈ പെർട്ട് എന്ന് പറഞ്ഞ ടെക്നിക്ക് എവിടേക്കാണ് ഉപയോഗിക്കണമെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ CPIയും ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എങ്ങനെ ഏത് സമയം ഏത് സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുക? റിപ്പീറ്റീവ് ആൻഡ് നോൺ കോംപ്ലക്സ് പ്രൊജക്റ്റ്. ഇപ്പം എന്താണ് റിപ്പീറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും ഇങ്ങനെ ചെയ്തു വരുന്ന പ്രൊജക്റ്റുകൾ.
ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പാലമണി നമ്മൾ എന്താണ് ഓരോന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രൊജക്റ്റാണ്, ഒന്നും പുതിയതല്ല. അതുപോലെ തന്നെ എന്താണ് ഇവിടെ ടൈം എസ്റ്റിമേറ്റ് സേർട്ടൺ ആയിരിക്കും. ഇപ്പം സമയത്തിൻ്റെ ഉള്ളിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഏകദേശം ഒരു ഉറപ്പുണ്ടായിരിക്കും ഇല്ലേ. ഒരു വീട് പണിയായാലും പാലമണിയായാലും നമുക്ക് ടൈം എസ്റ്റിമേറ്റ് വെക്കാം. കാരണം നമുക്ക് അത് ചെയ്ത് പരിചയമുണ്ട്. നമുക്ക് മുന്നേ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളാണ്, നമുക്ക് അറിയാം എത്ര ടൈം വേണമെന്നുള്ളത്. ചില ഫാക്ടറികൾ മാത്രമേ അതിന് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുള്ളൂ. എന്നാലും നമുക്ക് പറയാൻ പറ്റും ഇത്ര സമയത്തിനുള്ളത് തീരും. കാരണം നമുക്കത് ചെയ്ത് പരിചയമുണ്ട്. റിപ്പീറ്റേറ്റീവ് ആണ്. റിപ്പീറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്ന പ്രൊജക്റ്റുകളാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളല്ല, സിമ്പിൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകളായിരിക്കും. എന്താണ് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകളാണ് നമ്മൾ സാധാരണ CPM ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാറ്. ടൈം എസ്റ്റിമേറ്റ് സേർട്ടൈൻ. കാരണം നമുക്ക് ടൈം എസ്റ്റിമേറ്റ് നമുക്ക് ഇവിടെ സേർട്ടൈൻ പറയാൻ പറ്റും. ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ തീരും, നമുക്ക് ഏകദേശം ഉറപ്പുണ്ടായിരിക്കും. അങ്ങനെ വെച്ചാൽ അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ഈ CPM സാധാരണ ഉപയോഗിക്കുന്നത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കൺസ്ട്രക്ഷൻ ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ പ്രൊജക്ട്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ എന്ത് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, മെക്കാനിക്കൽ ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയാലും സിവിൽ ആയിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെയാണ്. കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും CPM വെച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് നടത്താറ്. പിന്നെ മാനുഫാക്ചറിങ് അസംബ്ലിങ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുമ്പോഴൊക്കെ നമുക്കറിയാം ഇന്ന സമയത്തിനുള്ളിൽ തീരുന്നൊക്കെ നമുക്കറിയാം. പിന്നെ പ്ലാന്റ് മെയിൻ്റനൻസ്, പിന്നെ പുതിയ ഇൻഡസ്ട്രി നമ്മൾ സെറ്റ് ചെയ്യാൻ നമുക്ക് എന്താ, നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കുക, നമുക്ക് സെറ്റ് ചെയ്യുക. നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ട് പ്രൊജക്റ്റ് ഒന്നുമില്ല. ഷിഫ്റ്റിംഗ് പ്ലാൻ ലേഔട്ട്, ഒരു പ്ലാന്റ് ലേഔട്ട്, ഒരു എക്സിസ്റ്റിംഗ് പ്ലാന്റ് ലേഔട്ട് ഒരു പുതിയ പ്ലാന്റ് ലേഔട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. ഇതൊക്കെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് വരുന്നത് CPMൻ്റെ കീഴിലാണ്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലാണ് ഇങ്ങനത്തെ റിപ്പീറ്റേറ്റീവ് ആയിട്ടും നോൺ കോംപ്ലക്സ് ആയിട്ടും ടൈം എസ്റ്റിമേറ്റ് സേർട്ടൺ ആയിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ വരുന്നത് CPMൻ്റെ കീഴിലാണ്. ഇപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലാണ് നമ്മൾ ഇതെല്ലാം ഈ പർട്ടിക്കുലർ പ്രൊജക്റ്റുകളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, റിപ്പീറ്റീവായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് വരുന്നതും സിമ്പിളായിട്ടുള്ള പ്രൊജക്റ്റുകളും ടൈം നമുക്ക് ഏകദേശം അറിയാവുന്ന പ്രൊജക്റ്റുകളാണ്. ഈസ് ഓൾവേസ് കൈം അണ്ടർ CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. So next one is the program evaluation review technique. Here non-repetitive projects. Here the PERT, under the PERT non-repetitive projects. നമുക്ക് ചെയ്ത് പരിചയമില്ലാത്ത പ്രൊജക്റ്റുകളാണ് ഇവിടെ സാധാരണ പെർട്ടിൽ വരുന്നത്. ചെയ്ത് പരിചയമില്ല, പുതുതായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളായിരിക്കും. കോംപ്ലക്സ് പ്രൊജക്ട്സ് ആയിരിക്കും. ടൈം എസ്റ്റിമേറ്റ് ഈസ് നോട്ട് certain, is uncertain. Time estimate is uncertain means we don't know how this particular project will end. ഈ പ്രൊജക്റ്റ് എപ്പോഴാണ് അവസാനിക്കുക നമുക്ക് ഒരു നിശ്ചയവുമില്ല. കാരണം ഇത് പുതിയ പ്രൊജക്റ്റാണ്, നമ്മൾ ഓൾറെഡി ചെയ്ത് ഒരു പരിചയവുമില്ല. നമുക്ക് ഓൾറെഡി ചെയ്ത പരിചയമുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന സമയത്തുള്ള അവസാനിക്കും, നമുക്ക് ഏകദേശം ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താണ്, നമുക്കൊരു ചെയ്ത് പരിചയമില്ലാത്ത പ്രൊജക്റ്റുകളായിരിക്കാം, പുതിയ പ്രൊജക്റ്റുകൾ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അറിയില്ല അത് എപ്പോഴാണ് തീരുക എന്നുള്ളത്. ഇങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ സാധാരണ അനാലിസിസ് ചെയ്യുന്നത് പെർട്ടിലാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുക CPM എവിടെയാണ് ഉപയോഗിക്കണമെന്ന്, അതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുക. ഇനി പെർട്ടിൻ്റെ നമ്മൾ ഏകദേശം ഒരു കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി എവിടേക്കാണ് ഉപയോഗിക്കേണ്ടത്? ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാണ്, ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യാണ്. ഇങ്ങനത്തെ കേസിൽ നമുക്കറിയോ ഇതെന്നാണ് ഡെവലപ്പിങ് ചെയ്തിട്ട് എന്നാണ് ഇത് ഉണ്ടാക്കാൻ പറ്റും നമുക്കറിയില്ല. കാരണം നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മളൊരു എഞ്ചിനീയറിംഗ് അനാലിസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മോഡൽ ഉണ്ടാക്കും. ആ മോഡൽ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ അനാലിസിസ് നടത്തും. അതിനുശേഷം അത് ഫെയിലിയർ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വീണ്ടും വേറൊരു റെപ്ലിക്ക ഉണ്ടാക്കും, അല്ലെങ്കിൽ വേറൊരു മോഡൽ ഉണ്ടാക്കും. അത് പല രീതിയിൽ അനാലിസിസ് ചെയ്തിട്ട് അത് വീണ്ടും ഫെയിലിയർ ആണെങ്കിൽ അടുത്ത മോഡൽ ഉണ്ടാക്കും. അങ്ങനെ ഇതൊരു കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എന്താണ് പ്രോസസ്സാണ്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ആവുന്നു. ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ആണെങ്കിൽ അത് പെർട്ടിലാണ് പോയി. പിന്നെ മിലിറ്ററി ഓപ്പറേഷൻസ് എന്താണ്, ഈ കൺസിഡർ എ സിറ്റുവേഷൻ ഓഫ് എ വാർ, ദെൻ we maintain a military operations. We start a military operation. We don't know how it will end. നമുക്കറിയില്ല എന്നാണ് ഈ യുദ്ധം അവസാനിക്കുക എന്നുള്ളത്. അത് പല ഫാക്ടറികൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു യുദ്ധം അവസാനിക്കുക, നമുക്കറിയില്ല യുദ്ധം എന്നാണ് അവസാനിക്കുക എന്ന്. അപ്പോൾ അങ്ങനത്തെ കേസിൽ മിലിറ്ററി ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കേസിലൊക്കെ പെർട്ടിലാണ്. പിന്നെ നേരത്തെ പോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, ഒരു പുതിയ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു പുതിയ പ്രോസസ്സൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ എല്ലാം ഇതിലാണ്. പിന്നെ വെതർ ഫോർകാസ്റ്റിംഗ് നമുക്ക് ഏകദേശം ഒരു രൂപ പറയാൻ പറ്റുള്ളൂ, ഇതാണ് സംഭവിക്കുന്നത് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പെർട്ടാണ്. CPM എപ്പോഴാണ് സെർട്ടൻ ആയിട്ടുള്ള ടൈം നമുക്കറിയാം. പിന്നെ നോൺ കോംപ്ലക്സ് ആണ്. പിന്നെ എന്താണ് റിപ്പീറ്റേറ്റീവ് പ്രൊജക്റ്റുകളൊക്കെ CPM. പെർട്ടിൽ നോൺ റിപ്പീറ്റേറ്റീവ് ആണ്, കോംപ്ലക്സ് ആണ്. ടൈം എസ്റ്റിമേറ്റ് ഈസ് നെവർ സെർട്ടൈൻ, ഈസ് അൺസെർട്ടൈൻ. ഫോർ എക്സാമ്പിൾസ് ഡിസൈൻ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്, മിലിറ്ററി ഓപ്പറേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, വെതർ ഫോർകാസ്റ്റിംഗ്. So all those things are came under the techniques, PERT techniques. So we studied what is the project, then what is network analysis, network diagram, network analysis,
then the objectives of the network analysis, the scope of the network analysis, then the applications of the CPM and PERT. So these are the two techniques you have to follow in your syllabus, or you have to study in your syllabus. So CPM and PERT, we already studied about the different applications of the CPM and PERT. So next we'll move to the different terms used in the network analysis. The terms used in network techniques. ഇത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുറേ ടേംസുകൾ നമ്മൾ പഠിക്കും. ഇതൊക്കെ നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ റിപ്പീറ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേംസുകളാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കുക. ഇത് 2 മാർക്കിനും ചോദിക്കുന്നതാണ് എന്താണ് ആക്ടിവിറ്റി ഇവൻ്റ് എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ഡെഫിനേഷൻസും മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കുക. ഇത് മനസ്സിലാക്കി പഠിക്കുക ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ എന്താണ് ആക്ടിവിറ്റി? ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രവൃത്തി. നമുക്ക് മലയാളത്തിൽ പറയണമെങ്കിൽ ഒരു പ്രവൃത്തി. എന്താണ് ഒരു പ്രവൃത്തി? It's defined as an individual operation which utilizes the resources and time, has an end and beginning. ഒരു ആക്ടിവിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? ഒരു ഇൻഡിവിജ്വൽ ഓപ്പറേഷൻസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നമ്മൾ എന്താണ് ഒരു തറ കെട്ടുകയാണെങ്കിൽ നമ്മൾ തറ കെട്ടാൻ ആരംഭിക്കുന്നു, തറകെട്ടിൽ അവസാനിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നത്. നമ്മൾ തറകെട്ടാൻ തുടങ്ങി അത് അവസാനിപ്പിക്കുക, അതാണ് ഒരു ആക്ടിവിറ്റി. അല്ലെങ്കിൽ എന്താണ്? ഫൗണ്ടേഷനിൽ കുഴി കുഴിച്ചിട്ട് അത് അവസാനിപ്പിക്കുന്നു, ഫൗണ്ടേഷൻ്റെ കുഴി അവസാനിപ്പിക്കുന്നു, ഇതാണ് ഒരു ആക്ടിവിറ്റി. അല്ലെങ്കിൽ തറ കെട്ടുന്നു, അല്ലെങ്കിൽ വോൾ പണിയുന്നു, ഇതൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തി, an ആക്ടിവിറ്റി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എൻ ഇൻഡിവിജ്വൽ ഓപ്പറേഷൻ ഓഫ് എ പ്രൊജക്ട്. ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഓപ്പറേഷൻ ആയിരിക്കും. വിച്ച് യൂട്ടിലൈസസ് ദ റിസോഴ്സസ് ആൻഡ് ടൈം. അല്ലേ, നമുക്ക് റിസോഴ്സുകൾ, മണി റിസോഴ്സുകൾ വേണം, ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ വേണ്ടി വരും. നമുക്കൊരു ഒരു തറ കെട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? തറ കെട്ടുകയാണെങ്കിൽ നമുക്ക് ഈ എക്സാമ്പിൾ പറയുന്നത് നമുക്ക് ഈസിലി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ പറയുന്നത്. തറ കെട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? കല്ല് വേണം, അതുപോലെ തന്നെ സിമെൻറ്റ് വേണ്ടി വരും, അതുപോലെ തന്നെ എന്ത് വേണ്ടി വരും? നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് വേണ്ടി വരും. ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? പൈസ വേണം. അപ്പോൾ റിസോഴ്സുകളൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. പിന്നെ അതിന് ടൈമും വേണം. കാരണം എന്താണ്? ഇപ്പോൾ തറകെട്ടിൽ തുടങ്ങി ഇന്നിപ്പോൾ ഈ സമയത്ത് തുടങ്ങി ഇപ്പോൾ തന്നെ കഴിയില്ല, ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ട് അത് കഴിയുള്ളൂ. അപ്പോൾ ടൈം അവിടെ കൺസ്യൂം ചെയ്യുന്നു, റിസോഴ്സുകൾ അവിടെ കൺസ്യൂം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ആക്ടിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഇൻഡിവിജ്വൽ ഓർ സിംഗിൾ ഓപ്പറേഷൻ ഇൻ എ പ്രൊജക്ട് വിച്ച് യൂട്ടിലൈസസ് ദ റിസോഴ്സസ് ആൻഡ് ടൈം ദാറ്റ് ഹാസ് എൻ എൻഡ് ആൻഡ് ബിഗിനിങ്. അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവും, അതിനൊരു അവസാനം ഉണ്ടാവും. ഒരു ആക്ടിവിറ്റിക്ക് ഒരു ഇൻഡിവിജ്വൽ, ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഓപ്പറേഷൻ നമ്മൾ എന്ന് പറയുന്നത് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? ബിൽഡിംഗ് ഓഫ് വാൾസ്, ഫൗണ്ടേഷൻ, എക്സ്കവേഷൻ, പ്ലംബിംഗ് വർക്ക്, ഇതൊക്കെ എന്താണ്? ഒരു ആക്ടിവിറ്റികളാണ്. നിങ്ങൾക്ക് എന്താണെന്ന് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഓപ്പറേഷൻ വിച്ച് യൂട്ടിലൈസ് റിസോഴ്സസ് ആൻഡ് ടൈം ഹാസ് ആൻ എൻഡ് ആൻഡ് ബിഗിനിങ്. Sometimes it is called as a physical identifiable part of a project which consumes the time and resources. The meanings of both sentences are same. This is defined as the individual operation of a project which utilizes the resources which has an end and a beginning. It's called as an activity. For example, building of walls, foundation, excavation, plumbing works. So these are called the activity. So next we will move to the how to represent an activity. ഇങ്ങനെയാണ് ഒരു ആക്ടിവിറ്റീസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെയാണ് ആക്ടിവിറ്റീസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. സാധാരണയായിട്ട് an activity is represented by an arrow head which is head indicating direction of progress. എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏരോ. ഇങ്ങനെയാണ് ഒരു ആക്ടിവിറ്റീസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു ഏരോ ഒക്കെ നമ്മളൊരു ഒരു തലഭാഗത്ത് ഒരു ഇതുണ്ടാവും, ഒരു കുരിപ്പുണ്ടാവും. എന്താണ്? an activity represented by an arrow head which with its head indicating the direction. അപ്പോൾ ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ് നമ്മുടെ ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ പ്രോഗ്രസ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഫൗണ്ടേഷൻ കംപ്ലീറ്റഡ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫൗണ്ടേഷൻ സ്റ്റാർട്ടഡ്, ഫൗണ്ടേഷൻ കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യണത് തലഭാഗത്താണ് നമ്മൾ എൻഡ് ചെയ്തത്. നമ്മൾ ടൈലിന് പറയും, നമ്മൾ ഹെഡ് എന്ന് പറയും. ഇത് ടൈൽ പോർഷൻ, ഇത് ഹെഡ് പോർഷൻ. An activity is represented by an arrowhead which with its head indicating the direction of progress. And progress നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ തലഭാഗം വെച്ചിട്ടാണ്. ഇനി 2 തരത്തിൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ നെറ്റ്വർക്കിൽ കീപ്പ് ചെയ്യാറുണ്ട്. 2 മെത്തേഡാണ്. ആക്ടിവിറ്റി ഓൺ ആരോ, നെക്സ്റ്റ് ആക്ടിവിറ്റി ഓൺ നോഡ്. 2 തരത്തിലാണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറ്. ആക്ടിവിറ്റി ഓൺ ആരോ, നെക്സ്റ്റ് ആക്ടിവിറ്റി ഓൺ നോഡ്. ഇനി എന്താണ് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം
ഇവിടുത്തെ ഓരോ എന്താണ് ഇവൻ്റ് നമുക്ക് പറയാം. ഇപ്പോൾ നിങ്ങൾ അടുത്തിരിക്കുക ആക്ടിവിറ്റി ഓൺ എയറോ എന്താണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഇൻ ദി സിസ്റ്റം ദ ആക്ടിവിറ്റീസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ആൻ എയറോ ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ടോപ്പ് ഓഫ് ദി എയറോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തറ കുഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇവിടെ ഒരു നോഡ് ഉണ്ടാകും, ഇവിടെ ഒരു നോഡ് ഉണ്ടാകും. ഇവിടെ സ്റ്റാർട്ടിങ് ഇവൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് നോഡ് എന്ന് പറയാം. ഇവിടെ എൻഡ് നോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എൻഡ് ഇവൻ്റ് എന്ന് പറയാം. ഇവിടുത്തെ എന്താ ഫൗണ്ടേഷൻ സ്റ്റാർട്ട്സ് ആൻഡ് ഫൗണ്ടേഷൻ എൻഡ്സ് പറയുകയാണെങ്കിൽ. സോ ദിസ് ഇസ് ആൻ ആക്ടിവിറ്റി. ദെൻ ഹിയർ ദ ആക്ടിവിറ്റി ഇസ് റെപ്രസെൻറ്റഡ് ബൈ എ ക്യാപിറ്റൽ ലെറ്റർ ഓർ എനി നമ്പർ. ദെൻ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇത് എബവ് ദ ആരോ. ഒരു ആരോയുടെ മുകളിൽ നമ്മൾ ലെറ്ററോ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റോ അല്ലെങ്കിൽ നമ്പറോ ഉപയോഗിച്ചിട്ട് നമ്മൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് ആക്ടിവിറ്റി ഓൺ എയറോ. എയറോയുടെ മുകളിൽ തന്നെയാണ് നമ്മൾ അതിൻ്റെ പേര് എഴുതുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റിയുടെ ഈ എഴുതിയിരിക്കുന്നതിന് മുകളിലാണ്, ബിയുടെ എഴുതിയിരിക്കുന്നത് എയറോയുടെ മുകളിലാണ്, ഈ കെ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി എഴുതിയിരിക്കുന്നത് എയറോയുടെ മുകളിലാണ്. ഇതിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഓരോ ആക്ടിവിറ്റിയും എഴുതിയിരിക്കുന്നത് അതിൻ്റെ മുകളിലാണ് എഴുതിയിരിക്കുന്നത്. ഓരോന്നെടുത്ത് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എല്ലാ എക്സാമ്പിളിലും എഴുതിയിരിക്കുന്നത് എയറോയുടെ മുകൾ ഭാഗത്താണ്. ഈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഇത് ഈ ആക്ടിവിറ്റിയാണ് ഈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ബി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ആക്ടിവിറ്റിയാണ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എൽ എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആക്ടിവിറ്റി ഓൺ എയറോയുടെ മുകളിലാണ് നമ്മൾ ആക്ടിവിറ്റിയുടെ പേര് എഴുതുന്നത്. സോ ഇൻ ദി സിസ്റ്റം ആക്ടിവിറ്റീസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ആൻ എയറോ ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ടോപ്പ് ഓഫ് ദി എയറോ. എയറോ ടോപ്പിലാണ് നമ്മൾ അതിൻ്റെ പേര് എഴുതുന്നത്. Then events are represented by circles or nodes at the beginning and end of the arrow. Events ആണ് നമ്മൾ ഓരോ ആക്ടിവിറ്റിയുടെയും തുടക്ക ഭാഗത്തും അവസാന ഭാഗത്തും ഇടുന്ന രണ്ട് വൃത്തങ്ങൾ, രണ്ട് സർക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. ഇതിനാണ് നമ്മൾ നോഡ് എന്ന് പറയുക. എന്താണ് നോഡ് നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് വ്യക്തമാക്കാം. അപ്പോൾ ആക്ടിവിറ്റി ഓൺ എയറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ എയറോയുടെ മുകൾ ഭാഗത്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ആക്ടിവിറ്റി ഓൺ എയറോ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു ആക്ടിവിറ്റി തുടങ്ങുകയാണെങ്കിൽ രണ്ട് എൻഡ് വേണം അല്ലേ. ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു ആക്ടിവിറ്റി അവസാനിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പറയുന്നത് നോഡുകൾ അല്ലെങ്കിൽ ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഇവൻ്റ് നോക്കാം. ഇവൻ്റ് എന്താണ്? ഇവൻ്റ്സ് ആർ ഇൻസ്റ്റൻസ് ഇൻ ടൈം. ഇവൻ്റ്സ് ഡിസ്ക്രൈബ് ദ പോയിന്റ് ഇൻ ടൈം വിച്ച് ഡസ് നോട്ട് കൺസ്യൂം എനി റിസോഴ്സസ്. ഇപ്പോൾ ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിങ് എൻഡിങ്ങിലൂടെയാണ് നമ്മളെന്ന് പറയുന്നത് ഇവൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തറ കുഴിക്കുകയാണെങ്കിൽ തറ കുഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് തറ കുഴിച്ചിട്ട് പണി നടക്കുന്നു, അവസാനം തറയുടെ കുഴി അവസാനിക്കുന്നു. അപ്പോൾ രണ്ട് പോയിന്റ് ഇതാണ്, തറ കുഴിക്കാൻ ആരംഭിക്കുന്നു, തറ കുഴിക്കൽ അവസാനിക്കുന്നു. ഇതാണ് രണ്ട് എൻഡ് പോയിന്റ്സ്. ഇതിനാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് ഇവൻസ് ആർ ദ പോയിന്റ് ഇൻ ടൈം വിച്ച് ഡസ് നോട്ട് കൺസ്യൂം എനി റിസോഴ്സ്. എന്ന് പറഞ്ഞാൽ തറ കുഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടെ പൈസയുടെ ആവശ്യമില്ല, റിസോഴ്സ് ആവശ്യമില്ല. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ളൂ. തുടങ്ങി ആക്ടിവിറ്റി ചെയ്ത് അവസാനിക്കുമ്പോഴാണ് നമുക്ക് ആക്ടിവിറ്റിയാണ് നമ്മുടെ ടൈമും ആ റിസോഴ്സും കംപ്ലീറ്റ് ആകും. പിന്നെ അടുത്ത ഇവന്റ് എന്ന് പറയുന്നത് തറ കുഴിക്കൽ കഴിഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് പൈസയും വേണ്ട, ആളുകളും വേണ്ട, കഴിഞ്ഞു അത്. അപ്പോൾ അതുപോലെ തന്നെ രണ്ട് എൻഡ്, ഒരു ആക്ടിവിറ്റിയുടെ രണ്ട് സ്റ്റാർട്ടിങ് സമയത്തും എൻഡിങ് സമയത്തുള്ള പോയിന്റ് നമ്മൾ നോഡ് അല്ലെങ്കിൽ ഇവന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് തിരിച്ചു വരാം. ആക്ടിവിറ്റി ഓൺ ആരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആക്ടിവിറ്റി നമ്മൾ വരച്ച് നമ്മളതിന് മുകളിൽ ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന ആക്ടിവിറ്റി ഓൺ ആരോ. ഇനി അടുത്തത് ആക്ടിവിറ്റി ഓൺ നോഡ്. നേരത്തെ എന്താണ് നോഡ് എന്ന് പറയുന്നത്? നമ്മൾ ഈ പർട്ടിക്കുലർ ആക്ടിവിറ്റി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ എൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു ആരോ വരച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തല്ല നമ്മളിവിടെ ആക്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കി നോഡിലാണ് നമ്പർ കൊടുക്കുന്നത്. ഇവിടെ ആക്ടിവിറ്റി എ ബി എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ. ആക്ടിവിറ്റി എ ബി എന്ന് പറയുമ്പോൾ നേരത്തെ വന്നിട്ട് ആക്ടിവിറ്റി എ എന്ന് പറയാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നോഡിലാണ് പേര് കൊടുക്കുന്നത്, എ ബി. രണ്ട് ആൽഫബറ്റ് ഉപയോഗിച്ച് നമ്മൾ നടത്തുന്നത് ഇവിടെ ആക്ടിവിറ്റി എ ബി. ഇൻ ദി സിസ്റ്റം ദ ആക്ടിവിറ്റീസ് ആർ represented by circles or nodes and arrows are used only to show the dependency relationship between the activities and node. ഇവിടെ ആരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് നോഡുകൾ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ആരോ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പേര് കൊടുക്കുന്നത് എപ്പോഴും അതിൻ്റെ നോഡുകളിലായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ വേണമെങ്കിൽ 1, 2 വേണമെങ്കിൽ കൊടുക്കാം എപ്പോഴും. ഇപ്പോൾ ഈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 ആക്ടിവിറ്റി 1, 2 ആണ് ഈ ആക്ടിവിറ്റി. വേറെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി വരച്ചിട്ട് ഇതിന് മുകളിൽ എ, ഇതൊരു ആക്ടിവിറ്റി എ ആണ്, ഇത് ആക്ടിവിറ്റി 1, 2 ആണ്. നേരത്തെ നമ്മൾ ആരോയുടെ മുകളിൽ എഴുതി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നോഡുകളാണ് എഴുതുന്നത്, രണ്ട് എൻഡ് പോയിന്റുകളാണ് നമ്മൾ എഴുതുന്നത്, ഇതിൻ്റെ പേരുകൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് ആക്ടിവിറ്റി ഓൺ
നോഡ് എന്ന് പറയുന്നത്. നേരത്തെ പ്രീവിയസ്ലി ആക്ടിവിറ്റി ഓൺ arrow, here activity on node. So these are the two methods used to represent the activity in a network analysis or network diagram. The first one, what is the first one is the activity on arrow. The activity is represented by a letter number above the top of an arrow. Here activity node is here, the activity is represented by the number or alphabets in circles. So these are known as the node. ആ നോഡിൽ നമ്മൾ നമ്പറുകളോ അല്ലെങ്കിൽ ആൽഫബറ്റോ ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓൺ നോഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ രണ്ട് മെത്തേഡ്, ആക്ടിവിറ്റി ഓൺ ആരോ, ആക്ടിവിറ്റി ഓൺ നോഡ്. ഇത് രണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് നമുക്ക് നെക്സ്റ്റ് വരുന്നത് സ്റ്റാർട്ട് ആൻഡ് ടെർമിനൽ ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ ഈ പോയിന്റിന് കൂടിയിട്ട് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഈ പോയിന്റോട് കൂടിയിട്ട് എന്താണ് ആക്ടിവിറ്റി വിച്ച് ഹാസ് നോ പ്രെഡിസസർ കാൾഡ് സ്റ്റാർട്ട് ആക്ടിവിറ്റി, ആൻഡ് ആക്ടിവിറ്റി വിച്ച് ഹാസ് നോ സക്സസർ കാൾഡ് ടെർമിനൽ ആക്ടിവിറ്റി. രണ്ട് ആക്ടിവിറ്റികൾ നമുക്ക് അറിഞ്ഞിരിക്കുകയാണ്. സ്റ്റാർട്ട് ആക്ടിവിറ്റി, ഇവിടെ സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിട്ട് നമ്മൾ രണ്ടും കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടിയിട്ട് മനസ്സിലാവില്ല. ഒന്നെങ്കിൽ നമുക്ക് എന്താണ് 1 2 റെപ്രസെന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഈ ആക്ടിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ 1 2 നമ്മൾ കൊടുക്കണില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതൊരു ആക്ടിവിറ്റി എ ആണ്. ഈ ആക്ടിവിറ്റിയുടെ വിച്ച് ഹാവ് നോ പ്രെഡിസസർ ആൾ കാൾഡ് സ്റ്റാർട്ട് ആക്ടിവിറ്റി. എന്നാൽ പ്രെഡിസസർ എന്ന് പറഞ്ഞത് ഇതിന് മുന്നിൽ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ ആക്ടിവിറ്റി എ നമുക്ക് പറയാം പ്രെഡിസസർ ആക്ടിവിറ്റി എന്ന് നമുക്ക് പറയാം. പ്രെഡിസസർ ആക്ടിവിറ്റിയാണ്. കാരണം ഇതിനെ എന്താണ് വിച്ച് ഹാവ് നോ പ്രെഡിസസർ കോൾഡ് സ്റ്റാർട്ട് ആക്ടിവിറ്റി. പ്രെഡിസസർ ആക്ടിവിറ്റി അല്ല, സ്റ്റാർട്ട് ആക്ടിവിറ്റി. കാരണം ഈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ആക്ടിവിറ്റിക്ക് മുന്നേ യാതൊരു ആക്ടിവിറ്റീസും ഇല്ല. നമുക്ക് പറയാം സ്റ്റാർട്ട് ആക്ടിവിറ്റി. നോക്കാം ഈ ആക്ടിവിറ്റി ബി നോക്കുക. ഈ ബി ആക്ടിവിറ്റിക്ക് ശേഷം എന്തെങ്കിലും ആക്ടിവിറ്റി ഇതിന് ശേഷം എന്തെങ്കിലും ആക്ടിവിറ്റി വരുന്നുണ്ടോ? ഇല്ല, അവിടെ ആക്ടിവിറ്റികളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിന് പറയാം ടെർമിനൽ എന്ന് പറയാം. ടെർമിനൽ എന്ന് പറഞ്ഞാൽ അവസാനിക്കുക, സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക, അവസാനിക്കുക. ആരംഭിക്കുന്ന ആക്ടിവിറ്റിയും അവസാനിക്കുന്ന ആക്ടിവിറ്റിയും. The activity which have no predecessor called start activity. The activity which have no successor called terminal activities. So these are the classification of the activity, start activity and terminal activity. So from this topic, from this particular topic, we can conclude our session of IMS. എന്താണ് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ എന്താണ് പറഞ്ഞത് എന്താണെന്ന്. We can just conclude our the study, the different topics we already discussed. The first one is the what is project, then what is network analysis, then what is the objective of network analysis, the scope of network analysis, then what is an activity, what is a node, then different type of activities. All those things are discussed in this class. So you can just classroom just note ചെയ്ത് വയ്ക്കുക, അതിനുശേഷം എന്താണെന്ന് വായിക്കുക. അപ്പം അതിന് ശേഷം നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ അതിലിട്ട് തരാം. 1-2 ദിവസത്തിനുള്ളിൽ ഇട്ട് തരാം അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കൂടി ഒന്നുകൂടി കാണുക. അതിന് ശേഷം നിങ്ങളുടെ നോട്ട്ബുക്ക് അതിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. നോട്ട് നിങ്ങൾക്ക് PPT നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് 1-2 ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.